ഇതാണ് കേട്ടോ ഞങ്ങളുടെ വീടിൻ്റെ പരിസരം. ഇത് ഞങ്ങളുടെ വീടിൽ നിന്ന് കടന്നു വെക്കാൻ ഇറങ്ങിയിരിക്കട്ടോ. ഞങ്ങൾ ഇങ്ങനെ എൻ്റെ കുട്ടികൾ വരുമ്പോൾ മാത്രമേ ഇങ്ങനെ നടക്കുള്ളൂ. വീടിൻ്റെ പരിസരത്ത് പിന്നെ ബൈപ്പാസ് റോഡാണ് കേട്ടോ. ഇടയ്ക്കൊക്കെ ഞാൻ നടക്കാൻ വരും. ആദ്യമൊക്കെ ഞാൻ ഇങ്ങനെ നടക്കുമായിരുന്നു, നല്ലപോലെ നടക്കുമായിരുന്നു. ഇപ്പോൾ എനിക്ക് പ്രായമായപ്പോൾ അങ്ങനെ നടക്കാൻ വയ്യ. അപ്പോൾ കുട്ടികളുടെ സഹായമൊക്കെ വേണം. പിന്നെ ഇവിടെയൊക്കെ ഈ 2018-19 വർഷങ്ങളിൽ വെള്ളപ്പൊക്കം ഉണ്ടായിട്ട് ഇവിടെ സമുദ്രം വന്ന് നിൽക്കുകയായിരുന്നു. ഇവിടെ ഈ സ്ഥലത്ത് കംപ്ലീറ്റ് സമുദ്രം എന്ന് പറഞ്ഞാൽ റോഡിൽ കയറിയില്ല എന്ന് മാത്രമേ ഉള്ളൂ. അത്രയും റോഡിൽ വെള്ളമായിരുന്നു, നിറയെ വെള്ളമായിരുന്നു. വീട്ടിലേക്കും കയറിയിട്ടൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഇവിടെയായിരുന്നു അപാരമായിട്ട്. അതൊക്കെ ഞങ്ങൾ വീഡിയോസിൽ ഇട്ട് കാണിച്ചു തരാം. ഇത്രയും നല്ലൊരു സ്ഥലത്ത് അത്രയും വെള്ളം കയറി നശിപ്പിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അത്രയൊക്കെ പിന്നെ ഉണ്ടായിട്ടില്ല. പിന്നെ ഇവിടെ നേരാക്കലും പിടിക്കലൊക്കെ ആയപ്പോൾ അധികം പിന്നെ ഈ വെള്ളക്കെട്ടൊന്നും ഉണ്ടായിട്ടില്ല. ഇവിടൊന്നും വെള്ളം കയറിയില്ല. 2018-ലാണ് ഫസ്റ്റ് വെള്ളപ്പൊക്കം ഉണ്ടായത്. അപ്പം ഞങ്ങളുടെ വീട്ടിലൊക്കെ നല്ലപോലെ ജനലിൻ്റെ പകുതി മട്ടം വെള്ളം കയറി റൂമൊക്കെ കംപ്ലീറ്റ് നിറഞ്ഞു. ഞങ്ങളപ്പോൾ ഞാനും കുട്ടികളും എല്ലാവരും അവിടുന്ന് സ്ഥലം വിട്ടു. ഞങ്ങൾ അതിൻ്റെ ഈ പിന്നെ അധികൃതരുണ്ടല്ലോ, അവർ വന്നിട്ട് ഞങ്ങളെ രക്ഷപ്പെടുത്തി ഞങ്ങളെ അപ്പുറത്ത് കരക്ക് കയറ്റിയിട്ട് പിന്നെ ഞങ്ങളുടെ നാട്ടിൽ പോയി 10 ദിവസം അവിടെ ഇരുന്നു. എന്നതിന് ശേഷമാണ് ഈ വെള്ളക്കെട്ടൊക്കെ നീക്കി വീടൊക്കെ വൃത്തിയാക്കി ബെഡും കട്ടിലും എല്ലാം നനഞ്ഞിട്ടുണ്ടായിരുന്നു. അത്രയ്ക്ക് ഇതായി. അപ്പോൾ അതെങ്ങനെയൊക്കെ ആ വർഷം കഴിഞ്ഞു. പിറ്റേത്തെ വർഷം അങ്ങനെയൊന്നും ഉണ്ടാവില്ല എന്ന് വിചാരിച്ച് നോക്കുമ്പോൾ 2019 അതിൻ്റെ അപ്പുറം അതേപോലെ അത്രയും ദിവസം. ആദ്യത്തെ വർഷം 2.5 ദിവസം ഉണ്ടായിരുന്നുള്ളൂ. ഇത് 3 ദിവസം വെള്ളം കയറി വെള്ളം നിൽക്കുകയായിരുന്നു വീട്ടിനകത്ത്. അപ്പോഴും ഞങ്ങൾ ഇതുപോലെ രക്ഷപ്പെട്ടു പോയി ബന്ധുവിൻ്റെ വീട്ടിൽ പോയി ഇരുന്നിട്ട് ഞങ്ങൾ അന്നത്തെയും കഴിച്ചു കൂട്ടി. അപ്പോൾ അപ്പോഴാണ് ഇവിടെയൊക്കെ ഇങ്ങനെ നല്ല വെള്ളക്കെട്ടുണ്ടായത്. പിന്നെ MLA ഒക്കെ ഇടപെട്ട് ഒക്കെ ഇവിടെയൊക്കെ നേരാക്കി വൃത്തിയാക്കിയൊക്കെ ചെയ്തപ്പോൾ ഇപ്പോൾ ഇല്ല. അപ്പോൾ അതിന് ശേഷം ഈ 2019 ശേഷം പിന്നെ വെള്ളപ്പൊക്കം ഉണ്ടായിട്ടില്ല. അപ്പോൾ ഇന്ന്